ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ നിലപാടിൽ മുസ്ലിം ലീഗും കോൺഗ്രസും സ്വീകരിക്കുന്നത് ശുദ്ധ അവസരവാദമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. എൽ.ഡി.എഫ് നേതൃത്വം നൽകുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് മണ്ണാർക്കാട് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന മുന്നേറ്റ ജാഥയ്ക്ക് മണ്ണാർക്കാട് ഊഷ്മളമായ സ്വീകരണമാണ് എൽ.ഡി.എഫ് പ്രവർത്തകർ നൽകിയത്. ഇ.കെ.എ.പി. വിഭാഗം സമസ്തകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രമേയം പാസാക്കിയിട്ടും മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് പറയുന്നില്ലെന്ന് അദ്ദേഹം വിമർശിച്ചു. സമാനമായ രീതിയിൽ കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശനും മൗനം പാലിക്കുകയാണ്. മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കുന്നവർ വർഗീയ സംഘടനകളോടുള്ള തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകണമെന്നും എം.വി. ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. അപകടകരമായ സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞത് എ.പി. സുന്നി വിഭാഗം. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും വന്ന പശ്ചാത്തലത്തിൽ ഇന്നത്തെ രാവിലത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ മുസ്ലിം ലീഗിനോട് ചോദിച്ചു, കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചു, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാട് എന്താണ്? ലീഗിന്റെ നിലപാട് എന്താണ്? ലീഗിന്റെ നിലപാട് കുഞ്ഞാലിക്കുട്ടി മിണ്ടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി.ഡി. സതീശന്റെ നിലപാട് കോൺഗ്രസും മിണ്ടുന്നില്ല. അപ്പോൾ നിലപാട് വളരെ വ്യക്തമാണ്, അവസരവാദപരമാണ്. ഇത് ദൂരവ്യാപകമായ ഫലമുളവാക്കും. മുസ്ലിം ലീഗിന്റെ അണികളിൽ അതിന്റെ മനഃശാസ്ത്രപരമായ മാനസികമായ ഒരു നില രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിന്റെ സ്വാധീനം ഇപ്പോഴത്തന്നെ ശക്തിയായിട്ടുണ്ട്. SIR എന്ന് പറയുന്നത് പിണറായി വിജയന്റെ പരിപാടിയാണെന്ന് പ്രചരിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമിനോടൊപ്പം ചേർന്ന് മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ കേരളത്തിലുടനീളം വ്യാപകമായ കള്ളപ്രചരണം നടത്താനിടയായത് ഈ സ്വാധീനം കൊണ്ടാണ് എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവരെന്താ പറഞ്ഞത്? പിണറായി വിജയനാണ് SIRന്റെ ആള്, ഞാനാണ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത്. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത സ്വീകരണ ചടങ്ങിൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. മണ്ണാർക്കാട്ടെ വിവിധ ഘടകകക്ഷി നേതാക്കളും ജനപ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. CCN മണ്ണാർക്കാട്.